ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ദേ ഒരു വെടിക്ക് രണ്ട് കേക്ക് ഇട്ടാ. ഈ കേക്ക് ഉണ്ടാക്കുന്ന പ്രിപ്പയറിങ് വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യണത്. അതുപോലെ ഇതുവരെയായിട്ട് കേക്ക് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നമുക്ക് എപ്പോഴും ആവശ്യമാണ് കേക്ക് എന്ന് പറയുന്നത്. കേക്ക് ഉണ്ടാക്കാൻ പഠിക്കുന്നത് ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് പ്രിപ്പയറിങ്ങിലോട്ട് കിടക്കാം. 1 kg കേക്ക് ഉണ്ടാക്കുന്ന പോലെ 2 kg അളവാണ് നമ്മൾ ചെയ്യുന്നത്. 2 കപ്പ് മൈദ, അതുപോലെ തന്നെ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതുപോലെ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതുപോലെ തന്നെ 1/4 ടീസ്പൂണിൻ്റെ പകുതി വെച്ച് ഉപ്പ്. ഇതുപോലെ 2 പ്രാവശ്യം ഇടാം. ഇതുപോലെയാണ് നമ്മൾ ഇതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് പ്രിപ്പയർ ചെയ്യണത്. ഫസ്റ്റ് തന്നെ നമ്മൾ ഫസ്റ്റത്തെ ബൗളിലോട്ട് നന്നായിട്ട് അരിച്ചതിന് ശേഷം വീണ്ടും ആ ഒരു അരിപ്പയിൽ നിന്നും സെക്കൻഡ് ബൗളിലോട്ട് വീണ്ടും അരിച്ചെടുക്കുക. ഇതുപോലെയാട്ടോ ഞാൻ അരിച്ചെടുക്കുന്നത്. കേക്ക് അരിച്ചെടുക്കാൻ നിങ്ങൾ മടി കാണിക്കരുത്, കാരണം കേക്കിൻ്റെ അരിച്ച് വരൽ തന്നെയാണ് ശരിക്കും അതൊരു സോഫ്റ്റ് ആക്കുന്നത്. പിന്നെ നമ്മളിത് 2/4 കപ്പ് വെച്ചിട്ട് നമ്മൾ ഷുഗർ നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും ഓവനിൽ തന്നെയാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ 150 ഡിഗ്രിയിൽ 15 മിനിറ്റ് നേരം പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഓവൻ ഓൺ ചെയ്തിട്ടു. അതിനുശേഷം നമ്മൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒരു എഗ്ഗ് എന്ന് പറയുന്നത്. 2 kgക്ക് നമ്മൾ 8 എഗ്ഗാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ 8 മുട്ട എടുത്ത് വെച്ചിട്ട് അത് ഈ ഒരു ബൗളിലോട്ട് നമ്മൾ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തു. പിന്നെ ബൗളിലോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ അത് പറയണതിന് മുമ്പ് ഞാനൊരു ടെക്നിക്ക് ചെയ്യാറുണ്ട്. നമ്മൾ ഈ ഒരു കേക്കിന് ഉപയോഗിക്കുന്ന മുട്ടകളുടെ തൊണ്ട് എല്ലാം ഞാൻ കൊണ്ടുവന്ന് ചെടിത്തോട്ടത്തിൽ നമ്മുടെ റോസാച്ചെടിയുടെയും അതുപോലെ നമ്മുടെ ചെടികളുടെ ഇടയിലൊക്കെ കൊണ്ടുവന്ന് ഇടാറുണ്ട്. അത് ഏറ്റവും നല്ലതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം വാനില, ഇത് 2 kg കേക്ക് ആയതുകൊണ്ട് 2 ടീസ്പൂൺ വാനില എസൻസ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇപ്പോഴും ഇങ്ങനെയാട്ടാ ചെയ്യണത്. കേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യണം, അതായത് എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഞാൻ വാനില എസൻസ് ഒഴിച്ചിട്ടാണ് ബീറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു മണവും അതുപോലെ തന്നെ ആ ഒരു മുട്ടയുടെ ആ ഒരു മണമൊക്കെ ഒന്ന് മാറിക്കിട്ടി നല്ല പഫ്നെസ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പതഞ്ഞ് പൊന്തി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ഷുഗർ എടുത്തിട്ട് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒന്ന് ബീറ്റർ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ഷുഗർ ഫുള്ളായിട്ട് തന്നെ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഹൈ സ്പീഡിൽ ഇട്ടിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ അതിന് ശേഷം നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഓയിലാണ്. സൺഫ്ലവർ ഓയിലാണ് കേക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 കപ്പ് വെച്ചിട്ടാണ് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കണത്. അപ്പോൾ കേക്കിൻ്റെ ബീറ്റർ ഓഫ് ആക്കിയിട്ട് വേണം ഒഴിക്കാനായിട്ട്. അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് സ്പീഡിൽ ഇട്ടിട്ട് വേണം അത് ഒന്ന് ആഡ് ആക്കി എടുക്കാൻ. പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ നേരത്തെ മാറ്റി വെച്ചത് ഇതുപോലെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഫസ്റ്റത്തെ പ്രാവശ്യം ഞാൻ ഇതുപോലെ ബീറ്റർ കൊണ്ടാണ് ഒന്ന് സെറ്റായി എടുക്കാൻ, അതായത് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി മിക്സ് ആവാനായിട്ട് ഫസ്റ്റ് സ്പീഡിലിട്ടിട്ടാണ് ചെയ്യുന്നത്. ഹൈ സ്പീഡിലൊന്നും ഇട്ട് ആദ്യമേ തന്നെ ചെയ്യരുത്. ഫസ്റ്റ് സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തതിന് ശേഷം നമ്മൾ സ്പാച്ചില കൊണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കും. ഇതായിരിക്കും കൂടുതലും, അതായത് അല്ലെങ്കിൽ നമ്മൾ കുറേ നേരം ബീറ്ററും കൊണ്ടിട്ട് കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ പഫ്നെസ് വന്നതൊക്കെ താന്നു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഒരേ സൈഡിലോട്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാതെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 2 കേക്കാണ്. ഒരു വാഞ്ചോ കേക്കും അതുപോലെ തന്നെ ഒരു ചോക്ലേറ്റ് കേക്കും. അപ്പോൾ ഒരെണ്ണം ടയർ കേക്കാണ്, ഒരെണ്ണം എന്ന് പറഞ്ഞാൽ സാധാ നോർമൽ കേക്ക്. അപ്പോൾ ഇതിലാണ് നമ്മൾ വാഞ്ചോ ചെയ്യണത്. പക്ഷേ എൻ്റെ കയ്യിൽ ഈ ഒരു സ്ക്വയർ ബോർഡ് ഒരെണ്ണമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ക്വയറിൻ്റെ ഈ ഒരു ട്രേ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കുറച്ച് ഈ കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്നതിനേക്കാളും മുൻപായിട്ട് കുറച്ച് ഇതിലോട്ട് ഒഴിച്ചിട്ട് അത് മാറ്റി വെച്ചിട്ടാണ് അടുത്തതിലോട്ട് ചോക്ലേറ്റാണ് പിന്നെ വന്നത് അല്ലേ. നമ്മൾ ചോക്ലേറ്റ് കേക്കാണ് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ വാഞ്ചോ കേക്കാണ്. അപ്പോൾ വാഞ്ചോയിൽ ഒരു ലെയർ മാത്രം നമുക്ക് വാനില കിട്ടിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ലെയറിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇതുപോലെ ചെയ്തു വെച്ചു. അതിനുശേഷം അടുത്ത 2 ട്രേയിലോട്ട് ആക്കാനായിട്ട് 6 ഇഞ്ചിൻ്റെ ട്രേ ആണ് എടുത്തത്. ടയർ കേക്കാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് മുൻപായിട്ട് ഈ ഒരു ബാറ്ററിൻ്റെ ഉള്ളിലോട്ട് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തു. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. സ്പാച്ചില കൊണ്ട് തന്നെയാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തത്. അതിനുശേഷം നമ്മൾ 6 ഇഞ്ചിൻ്റെ 2 ട്രേയിലോട്ടും അതുപോലെ തന്നെ സ്ക്വയറിൻ്റെ ട്രേയിലോട്ട് നമുക്ക് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ മറ്റേ കേക്ക് ബേക്കായിട്ട് വരണം. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാനിത് മിക്സ് ചെയ്തെടുക്കണത്. എന്നിട്ട് നമ്മളിത് ഈ 2 6 ഇഞ്ചിൻ്റെ ട്രേയിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഈ 2 കേക്കും അതുപോലെ തന്നെ നേരത്തെ വെച്ചിരുന്ന ആ സ്ക്വയറിൻ്റെ കേക്കും കൂടി ഒരുമിച്ചാണ് ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. 15 മിനിറ്റ്സ് ആണ് ഞാൻ ഇതിൽ ടൈം കൊടുത്തേക്കണത്. 15 മിനിറ്റ്സിനുള്ളിൽ തന്നെ മറ്റേ നമ്മുടെ വാനിലയുടെ കേക്ക് റെഡിയായി കിട്ടും. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കേക്കിൻ്റെ ബാറ്റർ മാറ്റി വെച്ചു.
ഉള്ള പരിപാടിയായിട്ട് ടാസ്ക് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് വെക്കണം. പിന്നെ അതിനുശേഷം നമുക്കിനി ചെയ്യാനുള്ളത് ഷുഗർ സിറപ്പ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഷുഗർ സിറപ്പ് നമ്മളെപ്പോഴും ചെയ്യണ പോലെ തന്നെ ആണ്. അതായത് 1/2 കപ്പ് പഞ്ചസാരയിലോട്ട് 1 കപ്പ് വെള്ളം അങ്ങനെയാണ്. അപ്പോൾ ഇത് നമ്മൾ 2 kg ആയതുകൊണ്ട് അതേ അളവിലാണ് എടുത്തത്. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യണത് ക്രീം ബീറ്റ് ചെയ്യലാണ്. അപ്പോൾ ക്രീം ബീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഫ്രീസറിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത ബൗളും അതുപോലെ ബ്ലേഡുമാണിത്. നമ്മൾ ഉപയോഗിക്കുന്നത് ചാമ്പ്യൻ്റെ ക്രീമാണ്. 2 കപ്പ് ക്രീമാണ് ഞാൻ എടുത്തത്. 2 കേക്ക് ഉള്ളത് കൊണ്ട് തന്നെ അതിലോട്ട് വാനില എസൻസ് കുറച്ച് ഇതുപോലെ അതിൻ്റെ കാർക്കിൽ ഒഴിച്ചിട്ട് ഒരു 2 ഡ്രോപ്സൊക്കെ ഒഴിച്ചാൽ മതി. പിന്നെ നമുക്കൊരു യെല്ലോ കളർ കിട്ടണം. വാഞ്ചോ കേക്കിന് ഒരു യെല്ലോ കളർ കൊടുത്ത് കഴിയുമ്പോൾ ഒരു ഡ്രോപ്പ് ഒഴിക്കുമ്പോൾ തന്നെ ഒരു ക്രീം കളർ പോലെ വരും. അപ്പോൾ അതേ നമ്മൾ ക്രീമൊക്കെ ബീറ്റ് ചെയ്ത് തുടങ്ങിയിട്ടാണ്. ക്രീം ബീറ്റ് ചെയ്തൊക്കെ തുടങ്ങി ക്രീമിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അതിൻ്റെ ആ ബ്ലേഡുമേന്ന് അത് വിട്ട് താഴത്തേക്ക് പോകരുത്. അതാണ് ക്രീം ബീറ്റ് ആവണതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇത് നമ്മളൊരു ഏകദേശം ഒരു 5 മിനിറ്റ് 6 മിനിറ്റൊക്കെ ഇതുപോലെ ഒന്ന് കണ്ടിന്യൂസ് ചെയ്യുമ്പോഴത്തേനും ക്രീം ബീറ്റായി കിട്ടും. അങ്ങനെ ദേ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ ഒരു വാനില കേക്ക് നമ്മൾ സ്ക്വയറിൽ ചെയ്തത് റെഡി ആയിരുന്നു. അത് നമ്മൾ ചൂടാറാൻ വെച്ചു. പിന്നെ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഞ്ചോ കേക്കിൻ്റെ മുകളിൽ വയ്ക്കുന്ന ഗണാഷ് പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഇതൊക്കെ നമ്മൾ കുറേ ടൈംസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ആദ്യം വിപ്പിംഗ് ക്രീം ഒഴിച്ച് അതിലോട്ട് ബട്ടർ ഒരു കട്ട ഇട്ട് കൊടുത്തു. പിന്നെ അതിന് ശേഷം വൈറ്റ് കോമ്പൗണ്ട് ഇതുപോലെ പീസാക്കിയതിന് ശേഷം നമ്മൾ അതിലോട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും നല്ല പാല് പോലെ വരും അത്. പിന്നെ നമുക്ക് വാഞ്ചോ കേക്കിന് എന്തായാലും അത് മീതെ കൂടെ ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ ദേ നമ്മൾ കേക്കിൻ്റെ പരിപാടി തുടങ്ങുകയാണ്, ഐസിങ് തുടങ്ങുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഇത് മാറ്റി വെച്ചിരുന്നു. ഇത് ഐസിങ് തുടങ്ങാനല്ല, നമ്മൾ വാഞ്ചോ കേക്കിൻ്റെ തന്നെ വാനില കേക്ക് എടുക്കണതാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൽ തന്നെ ചോക്ലേറ്റ് കേക്കും കൂടിയും റെഡിയാക്കണം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ബാറ്റർ ഇതേ പാത്രത്തിൽ തന്നെ ജസ്റ്റ് ഒരു തുണി കൊണ്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ടൊന്ന് തുടച്ചാൽ മാത്രം മതി. അതിനുശേഷം വീണ്ടും നമ്മൾ സാധാ ചെയ്ത പോലെ തന്നെ ബട്ടർ പേപ്പർ എടുത്ത് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും ആ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ ഒരു ചോക്ലേറ്റിൻ്റെ ബാറ്റർ ഇതിലോട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്ത് വീണ്ടും ഓവനിൽ നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് വെച്ചു. 180 ഡിഗ്രിയിൽ 20 മിനിറ്റ് നേരമാണ്. ഇത് കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ 20 മിനിറ്റ് നേരത്തേക്ക് വെച്ചാൽ മതി. സാധാരണ നമ്മൾ ഒരു 1 kg കേക്കിനുള്ള ബാറ്ററാണ് ഒരു 35 മിനിറ്റ് നേരം വെക്കുന്നത്. പിന്നെ ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ ടയർ കേക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളതിൻ്റെ റെഡിയായി. ഇനി നമ്മളിത് നേരെ ആ ഒരു ചോക്ലേറ്റ് കേക്കും കൂടി വെച്ച് കൊടുത്തെങ്കിൽ നമ്മുടെ കേക്ക് ബേക്കിംഗ് എല്ലാം കഴിഞ്ഞു. പിന്നെ ഇതിപ്പോൾ നമുക്ക് വാഞ്ചോ കേക്കിൽ 2 ഫ്ലേവർ വന്നത് കൊണ്ടാട്ടോ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പരിപാടി തീരും. ഓവനിൽ തന്നെ 2 പ്രാവശ്യമായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഈ കേക്കൊക്കെ നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. അതും ചൂടാറാനായിട്ട് വെച്ചു. പിന്നെ ദേ നമ്മുടെ ഈ ചോക്ലേറ്റ് ഗണാഷ് റെഡി ആയിരുന്നു കേട്ടോ. നന്നായിട്ട് തന്നെ റെഡി. അപ്പോഴത്തേനും ദേ കൊച്ചൊക്കെ എണീറ്റു. കൊച്ചിന് ചോറ് കൊടുത്തു. പിന്നെ സിയാനും ചോറൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഐസിങ്ങിൻ്റെ പരിപാടിയിലോട്ട് തന്നെ തിരിഞ്ഞത്. ഐസിങ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ചും കൂടി ടൈം വേണം. അതായത് അതിൻ്റെ ക്രീമൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാനൊക്കെ. അപ്പോൾ അത് കാരണം കൊച്ചിങ്ങൾക്ക് വേഗം ഭക്ഷണം കൊടുത്തതിന് ശേഷം സിയോണിനെ താഴെയൊക്കെ ഇരുത്തിയിട്ട് വീണ്ടും അടുത്ത ഒരു പരിപാടിയിലോട്ട് കടന്നു, ഐസിങ്. അപ്പോൾ ദേ ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യാൻ പോണത് വാഞ്ചോ കേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കേക്ക് ബോർഡൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഐസിങ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കുകയാണ്. പിന്നെ ഇതിൻ്റെ മോൾ ഭാഗം കുറച്ച് മുറിച്ച് എടുക്കണം കേട്ടോ. പിന്നെ ദേ അത് 2 ലെയറാക്കി എടുത്തു. പിന്നെ ദേ ഇതിപ്പോൾ കേക്കിൻ്റെ വാഞ്ചോ കേക്കിനുള്ള ഫുൾ കേക്ക് ഓക്കെ ആയി. ഇനി നമ്മൾ ഐസിങ് തുടങ്ങുകയാണ്. ആദ്യം തന്നെ ക്രീം കുറച്ച് ആക്കി കൊടുക്കുക. അതിൻ്റെ മീതെ ഫസ്റ്റ് ലെയർ വയ്ക്കുക. അതിൻ്റെ മീതെ കൂടെ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ക്രീം ആവശ്യത്തിനുള്ളത് നമ്മൾ ആക്കി പാലറ്റ് നൈഫും കൊണ്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ വൈറ്റ് ചോക്ലേറ്റും ചിപ്സും അതുപോലെ ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സും ഞാൻ വാഞ്ചോ കേക്കിൽ ഇടാറുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് ലെയറാണ് ഫസ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഷുഗർ സിറപ്പ് ഒഴിച്ച് ഇതിൻ്റെ മീതെ ക്രീമാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചോക്ലേറ്റിൻ്റെ ആണ് ചിപ്സ് ഇട്ട് കൊടുക്കാറ്. അതിനുശേഷം മുകളിൽ വാനില വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മീതെ ക്രീമാക്കി കൊടുത്തതിന് ശേഷം വൈറ്റ് ചോക്ലേറ്റ് ചിപ്സാണ് കേട്ടോ ഇടാറുള്ളത്. അങ്ങനെ ദേ കേക്കിൻ്റെ മൊത്തം 3 ലെയറും നമ്മൾ ഫില്ലാക്കി കൊടുത്തു. ഫില്ലാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ക്രം കോട്ട്, അതായത് അതിൻ്റെ സൈഡിലൊക്കെ ഇരിക്കുന്ന
ബാക്കി ക്രീമും മുകളിലെ ക്രീമൊക്കെ കൂടി ഒന്ന് സെറ്റാക്കിയത് ഇതുപോലെ ആക്കി കൊടുത്ത് ക്രം കോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ ഒരു 1 ഹവറെങ്കിലും ഇതൊന്ന് ഫ്രീസ് ആവാനായിട്ട് വെക്കണം. അതിന് ശേഷം നമ്മൾ ബാക്കിയുള്ളത് ഇതുപോലെ പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കി കൊടുത്ത് ഇതുപോലെയാണ് കേട്ടോ ഞാൻ ഏറ്റവും സാധനമുള്ള ഐസിങ് ചെയ്യാറുള്ളത്. ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്ത് പാലറ്റ് നൈഫ് കൊണ്ട് ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി, അത് നല്ല സൂപ്പറായിട്ട് തന്നെ വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സ്ക്രാപ്പറും കൊണ്ട് ജസ്റ്റ് ഒന്ന് വരഞ്ഞും കൂടി കൊടുത്തു. അപ്പോഴത്തേനും നല്ല ലുക്കായി. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ചോക്ലേറ്റ് ഗനാഷ് എടുത്ത് ഒഴിച്ചതിന് ശേഷം ഈ ഒരു ഡിസൈനാണ് വാഞ്ചോ കേക്കിൽ ഏറ്റവും രസം കാണാനായിട്ട്. ഇതുപോലെ നമ്മൾ ചോക്ലേറ്റിലോട്ടൊന്ന് നൂല് മുക്കി കൊടുത്തിട്ടൊന്ന് വലിച്ചാൽ മതി, അപ്പോൾ ഒരു ഫ്ലവർ ഡിസൈൻ വരും. പിന്നെ അതിൻ്റെ മീതിയായിട്ട് കുറച്ച് ഷുഗർ ബോൾസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കേക്ക് ഇവിടെ സെറ്റായി, വാഞ്ചോ കേക്ക് സെറ്റായി. പിന്നെ ബാക്കി നമ്മൾ കുറച്ച് ക്രീം ബാക്കി ഉണ്ടായതിലേക്ക് ബൂസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചോക്ലേറ്റ് കേക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള പരിപാടിയാണ്. ഒന്നാമത്തെ കാര്യം, ഈ ചോക്ലേറ്റ് കേക്കിൻ്റെ മുകളിൽ ഫുള്ള് ചോക്ലേറ്റ്സ് തന്നെ വെക്കണം. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടി മട്ടിപ്പോകാണ്ടിരിക്കാനാണ് ബൂസ്റ്റ് ഇട്ട് കൊടുത്തത്. അപ്പോൾ നമ്മൾ ഒരു 5 ലെയറായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തു, ക്രീമാക്കി കൊടുത്തു. അതിൻ്റെ മീതെ ചോക്ലേറ്റ് ചിപ്സ് ഒന്നും ഇടുന്നില്ല. 5 ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം ക്രം കോട്ട് ചെയ്തെടുത്ത് കൊടുത്തു. അവസാനത്തെ ആ ഒരു സെക്ഷന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഫിനിഷിങ് ചെയ്യാനായിട്ട് ഇങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം പാലറ്റ് നൈഫ് കൊണ്ട് നന്നായിട്ട് അതൊന്ന് പരത്തി കൊടുത്തു. അതിനുശേഷം നമ്മൾ ചെയ്യണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോക്ലേറ്റ്സ് ആണ് ഇതിൽ കൂടുതലായിട്ട് നമ്മൾ വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഞ്ചും കിറ്റ്കാറ്റും ആണ് ഇതിൻ്റെ മീതെ വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആ മഞ്ചും കിറ്റ്കാറ്റൊക്കെ പൊട്ടിച്ചെടുത്തതിന് ശേഷം അത് കുഞ്ഞിതാക്കിയും വലുതാക്കിയും ഒക്കെ വെച്ചു. പിന്നെ ഈ അവർ തന്നെയാണ് ഒരു മോഡലിൽ ഇതുപോലത്തെ ബോൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഗോൾഡൻ്റെ ബോൾസ് വെച്ചു. ചോക്ലേറ്റ് കേക്കിൻ്റെ മീതെ തന്നെ ഈ ഗോൾഡൻ ബോൾസ് വെക്കുമ്പോൾ ഏറ്റവും സാധനം ഫിനിഷിങ് നല്ല സൂപ്പറാണ് കാണാനായിട്ട്. അപ്പോൾ ഇത്രയും ചോക്ലേറ്റ്സ് ആണ് നമ്മളുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. ഇത് കസ്റ്റമർ തന്നെ ഡയറക്റ്റ് നമ്മുടെ കയ്യിൽ തന്നതാണ്. ഇപ്പോൾ ഇതെല്ലാം കൂടി പൊട്ടിച്ച് നമ്മൾ കേക്കിൻ്റെ മീതെ വെക്കാൻ പോകാൻ കേട്ടോ. ഫൈനൽ ലുക്ക് നോക്കിയിട്ട് കേക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും കമൻറ്റ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ആദ്യം തന്നെ കിറ്റ്കാറ്റൊക്കെ ഇങ്ങനെ ഒന്ന് കുത്തി വെച്ച് കൊടുത്തിട്ട് ഇത് നമ്മൾ ചോക്ലേറ്റ്സ് എങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് നല്ല സൂപ്പർ ലുക്കായിരിക്കും. എന്നിട്ട് പിന്നെ ഇടയ്ക്കൊക്കെ ഇതുപോലത്തെ ബോൾസൊക്കെ വെച്ച് കൊടുത്തു. അങ്ങനെ നമ്മൾ ഏറ്റവും അവസാനം ഇതിൻ്റെ മീതെ ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് മീതെ കൂടെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ നല്ല രസമായിട്ട് കാണാനായിട്ട് സൂപ്പർ ലുക്കാണ്. അപ്പോൾ ഫൈനൽ ലുക്ക് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ അങ്ങനെ ചോക്ലേറ്റ് കേക്ക് റെഡിയായി, വാഞ്ചോ കേക്ക് റെഡിയായി. അപ്പോൾ ഇതാണ് പറയുന്നത്, ഒറ്റ വെടിക്ക് 2 വശി എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു കേക്കിൻ്റെ ഇത് ചെയ്യാനുള്ള ടൈം കൊണ്ട് തന്നെ 2 കേക്കും ചെയ്തെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ചോക്ലേറ്റ് കേക്കിൻ്റെ ആ ഒരു ലുക്ക് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ വാഞ്ചോ കേക്കിൻ്റെ ലുക്ക്. അപ്പോൾ കേക്ക് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യാനൊക്കെ മറക്കരുത്. പിന്നെ കേക്കിനോട് ചെയ്യാനൊക്കെ ട്രൈസ് ഉള്ളവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഫസ്റ്റ് ടൈം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമുക്ക് എന്തെങ്കിലും ബർത്ത്ഡേ ഒക്കെ എല്ലാ മാസങ്ങളിലും എല്ലാവർക്കും ഉണ്ടാവുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്കും നമ്മുടെ പിള്ളേരുടെ ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ നമ്മുടെ ബർത്ത്ഡേക്കൊക്കെ സ്വന്തമായിട്ട് നമുക്ക് ഇഷ്ടത്തിനുള്ള കേക്കൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.